അവർക്ക് എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കോട്ടപ്പുറം പൗരസമിതി സംഘടിപ്പിച്ച പാവപ്പെട്ട രോഗികൾക്ക് താങ്ങും തണലുമായി അവർക്ക് ഒരു സാന്ത്വനമായി സഹായമായി എന്റെ ഉമ്മ കൊറ്റിപ്പുഴ കൊലുസ് വിചാരിച്ചത് നടന്നിട്ടില്ല പിന്നെ ലജ്ജ് എനിക്ക് പോണം, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോണം. ഇത് പോയിക്കോ, ഒരു പ്രശ്നമില്ല. കോട്ടപ്പുറം പ്രശ്നമുണ്ട്, കൈയടിച്ച് ഓൾക്ക് അത് കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. എല്ലാവരും വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില സമയത്തിൽ ഇത് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും റിയാലിറ്റി ഷോയിലൂടെ നമുക്ക് വേണ്ടി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ പരസ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വളരെ ഹിറ്റായി നിൽക്കുന്ന നമുക്ക് ഏവരും പ്രിയപ്പെട്ട കുഞ്ഞാപ്പൂ, അതുപോലെ തന്നെ ഓക്കെ. അപ്പോ നിങ്ങളോട് ഒരുപാട് സംസാരിക്കാനുണ്ട്, അതിനാൽ അത് കേൾക്കാനാണ് നിങ്ങളും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പോ കൊമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് ഇപ്പച്ചി ഞാനും വന്നിക്കണു. ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്, നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടോ? ആ സന്തോഷമുള്ള ഒരു കയ്യടി കൂടെ ഒന്ന് കാട്ടിയാണ്. അതാ. അപ്പോ ഞങ്ങളെ വീഡിയോസ് എല്ലാവരും കാണുന്നില്ലേ? ഏതായാലും കൊമ്പങ്ങാട് തറവാട്ടില് ഏറ്റവും മൂത്തത് ഇപ്പച്ചിയാണ്. അപ്പൊ ഇപ്പച്ചിക്ക് എന്താ പറയാനുള്ള കേക്കണ്ടേ? എന്റെ ഫുള്ള് കഴിഞ്ഞോട്ടെ, എന്നിട്ട് മതി. മതിയോ? ഏറ്റവും നല്ല അതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തല്ലും പൊടി ഇന്ന് തല്ലു വേണ്ട വെച്ചിട്ടാണ്. തല്ലു വേണോ? വേണോ? നിങ്ങൾക്ക് എന്നെ തല്ലണ ഇഷ്ട തന്നെ? ഇന്ന് തല്ലില്ല, നടിയില്ലാതെ നല്ലൊരു ഉഷാറായിട്ട് പരിപാടിയൊക്കെ ആഘോഷിച്ച് പോകാനല്ലേ വേണ്ടിയേ? അല്ല വേണ്ടേ? അപ്പൊ നമുക്ക് പാട്ടും ഡാൻസൊക്കെ ആയിട്ടാണ്ട് അടിച്ചു പൊളിക്കാം കേട്ടോ. ഉഷാറൊക്കെ അല്ലേ? രണ്ടു ഒക്കെ വരും. കൊമ്പങ്ങാട് പോയ അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തായാലും കോട്ടപ്പുറം ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മളെ ഈ മുത്തുമണികളെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷം. ഏതായാലും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേജിൽ ഇന്നിവിടെ നിൽക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കടമുള്ളത് ഈ നമ്മളെ ഈ ഇളയ കുട്ടികളെ, പിഞ്ചു പൈതൽ. അതെ, പിഞ്ചു പൈതൽ അല്ലെങ്കിലും ഓലാണ് നമ്മളെ ഫാൻസുകാര്. സത്യം പറഞ്ഞാല് കോട്ടപ്പുറം ഫെസ്റ്റിൽ നിന്ന് കൊമ്പങ്ങാട് കോയി കുഞ്ഞാപ്പം വരുന്നുണ്ട്, മച്ചി നമുക്ക് പോകാന്ന് പറഞ്ഞു കണ്ട എത്ര ആളെ സ്വീപ്പാക്കിക്കണം. ഒന്ന് കൈ ഒന്നിച്ചാടി കണ്ടോ, ഒന്നും കൊടുക്കൂല. നീ കൂടി ചാടി മാറിയേ ഞാനോ? വയറിളക്കി കിടക്കുന്നുണ്ട്, അയച്ചു ചോട്ടണ്ടാന്ന് അതിനല്ലേ പറഞ്ഞു, പറഞ്ഞിട്ട് കേൾക്കണ്ട. ഹലോ, അപ്പോ വയറമ്പലം അത് ചവിട്ടണ്ടെന്ന് അറിയുന്നുണ്ട്. സൈനനെ കൊടുത്തിട്ടില്ല ഉണ്ടല്ലേ. ആകെ 2 സാധനം ഞാൻ സ്റ്റേജിൽ എത്തിയാ ഈ 2 സാധനം കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ എന്ന് അറിയിച്ചതിൽ ഞാൻ പറഞ്ഞത് നേരത്തെ ഈ കുട്ടികളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഫാൻസുകാർ. അപ്പൊ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ നല്ലൊരു ഗൈഡ് അടിച്ചാണ്. ഇപ്പോ ഇതിച്ച് തോന്നുന്നതേ ഇവര് നമ്മളെ പൊരിച്ചടക്കുന്നൊക്കെ തോന്നുന്നു. കളറാക്കും. നമ്മൾ ഈ പാട്ടൊക്കെ പാടി ഞങ്ങൾ അതിന്റെ ഒപ്പം പാടുമോ? പാടൂലേ? ഒന്നുകൂടെ വെച്ചടേ, പാടൂലേ? എന്നോടല്ല ഓലോട്.
ആ അപ്പോ കൊമ്പങ്കാട് തറവാട്ടിലൊരു ഈശ്വര പ്രാർത്ഥന ഉണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയും. ഞങ്ങൾ പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അറിയില്ലേ? അറിയും. അതിനൊപ്പം ഒരു പാടിത്തരും. ഇതാരാ? ആ മറ്റേതാണ്. അത് നോക്കണ്ട. അപ്പോ ചിക്കോ ആ പാട്ട് തുടങ്ങിക്കോ. കൂടെ പാടുവോ? ഉറപ്പ്? റെഡി? കൊമ്പങ്ങാട് കോയ അവളിപ്പിച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണ് കൊമ്പത്തിരുന്ന് പാടണ്. ഇഷ്ടമായില്ലേ? ഇതെന്താ വേണ്ടേ? പറ, നമ്മള് പറയണൊക്കെ ഇവിടുന്ന് ചെയ്യും. അടി 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 അതല്ല, അതെന്താണോ അത് സാരില്ല. അടി വേണമെന്നുള്ളത് കഴിഞ്ഞ സാരി വാണേ അത് ആദ്യം കൊടുത്ത് അത് മതി മതി കൊടുക്കുന്നുണ്ട്. അപ്പോ അടിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഈ അടി കിട്ടിയാൽ പിന്നെ എനിക്ക് തലക്ക് ഒരു ജാതി തേക്കാറ്. അപ്പൊ അതിന്റെ മുന്നേ ഒരു മൈക്കൊക്കെ ഉണ്ടോ? ഹലോ 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 ആ കണ്ടോ? ഏതൊരു സിനിമ നടന്നു വച്ചിരുന്നിട്ട് ഹലോ 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 ആ ആ കുതിരോട്ടെ പപ്പു ചേട്ടൻ എടുത്തോ വരുന്നുണ്ട്. ഹലോ 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 ദാസപ്പൂ ഇട്ടു പറഞ്ഞോ. എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പങ്കുകളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. അസമയത്തവിടെ നിൽക്കാതെ നിന്നല്ലോ. ആയുസിന്റെ വരം കൊണ്ട 4 തകിട് കുടിച്ചിട്ടുണ്ട്. എന്റെ ഈ തകിടത്ര മോശം അല്ല. കയ്യടി കൊടുക്കട്ടോ. കയ്യടി കമ്മിയുണ്ട്. തമിഴോ? അത് കിട്ടുന്നത് എത്രയോ ഭാഗ്യമാണ്. ആ ഇപ്പൊ പൊളിച്ചു. ഇനി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ MIT മൂസല്ലേ, MIT മൂസിലെ പാത്തു അപ്പോ സുരഭി ചേച്ചി മൂസിനെ കിട്ടിയതിന്റെ സമ്മതം ഉണ്ടായിട്ടാ അന്നെ നമ്മള് കൊന്ന് അന്റെ രക്തത്തെ നമ്മൾ കുടിച്ച് പൂങ്കാല നടനമാടും അവന്റെ മൂസക്കായേ വേണ്ട നമ്മ പറയുന്നേ മതി പോരെ. കഴിഞ്ഞ കയ്യടി ചേട്ടാ അതിന്റെ ഇടയിൽ കൂടെ ഉണ്ട്. സാധാരണ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഓർക്ക് മനസ്സിലാവുന്നുണ്ട് സംഭവം. അതെ എന്താണ് സന്തോഷമായിക്കോ. ആ ഇംഗ്ലീഷാണ്. ഔ ഒരുപാട് ദൂരത്തുനിന്ന് വന്നാണ് അടി കാണാനായിട്ട് വന്ന അടി. എടാ ഇവിടെ ടിക്കറ്റ് എടുത്തപ്പോ അടി ഉണ്ടെന്ന് പറഞ്ഞോ. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. എന്തായാലും ഒന്ന് പൊട്ടിച്ചു നോക്കാം അല്ലേ? കാരണം എന്താ, ഒരുപാട് കുട്ടികൾ ഇത് സ്കൂളിലൊക്കെ പോയിട്ട് അനുകരിക്കുന്നുണ്ട്. അനുകരിച്ചല്ല അനുകരിക്കുക. എന്താ പറഞ്ഞ അനുകരിക്കുക. തരിപ്പ അനുകരിക്കൽ. വീഡിയോയില് പറഞ്ഞ മാതിരി എടാ പൊട്ട അനുകരിക്കൽ. കണ്ടോ? അനുകരിക്കരുത്. യെസ് അതിനെ ഒന്നുകൂടെ പറയാം. കൊടുക്കാം എന്തായാലും കൊടുക്കാം ഉറപ്പാ. തുടങ്ങി പറഞ്ഞിട്ട് കാര്യമില്ല. അതന്നെ മോത കിലിക്കണമെന്നായിരുന്നോ? ഇത് കിലിക്കും ഞാൻ ഉറപ്പ കിലിക്കും. ഓക്കെ കിലിക്കല്ലേ? കാരണം എന്താണോ, നിങ്ങളിത് സ്കൂളിൽ പോയി കണ്ട് അടിക്കലല്ലോ. ഒരുപാട് മാഷുമാര് നമ്മളോട് കംപ്ലൈന്റ് പറയലുണ്ടല്ലോ. നിങ്ങൾ കൊമ്പങ്കാട് കോയക്കാണ്ട് കുഞ്ഞാപ്പോയിക്കാണ്ട് കളിച്ചലുണ്ട് സ്കൂളിൽ അടിക്കുന്നുണ്ട്. ആ എന്നാ മതി, ഒന്ന് തട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക്. അല്ല വേണ്ട, നമുക്ക് ഒന്ന് അടിച്ചു നോക്കാം. ഒരു വീഡിയോയിലുള്ള ഏതെങ്കിലും ഡയലോഗ് തുടങ്ങിയിട്ട് അങ്ങനെ ഓൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് വെച്ചാൽ അതിന്റെ ഡയലോഗ് തുടങ്ങി കൂടി തുടങ്ങാം. ഇനി കേട്ടോ ഒറ്റ അടി ഉണ്ടാവൂലേ? എന്നാ മറ്റേ അതില്ലേ ജാൻമണി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തിരുന്നു. അതിന്റെ വോയിസ് ആയാലോ?
ആ ഡയലോഗ് പറഞ്ഞടിച്ചാൽ മതിയോ? ഹലോ ഹലോ ഓ സാധാരണ ഈ പാട്ട് പാടുന്ന ആൾക്കാർ വന്നാലും മിമിക്രി ഡാൻസ് അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ മിമിക്രി ചെയ്യും, പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഇത് നേരെ തിരിച്ചാണ്. അടി അടിക്കടിക്ക് വേണ്ടിയും. എടാ അത് പറയാൻ കാരണമുണ്ട്. ആ ടച്ചിട്ട് ഫേമസ് ആയ ആൾക്കാരും അടി കൊണ്ടിട്ട് ഫേമസ് ആയ ആൾക്കാരുമാണ് നമ്മള്, അല്ലേ? അതെ. ഈ കുട്ടികളുടെ ഇടയിൽ നമ്മൾ കയറി നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അടിച്ചതുകൊണ്ടാ, അല്ലേ? അടിച്ചിട്ട് ഫേമസ് ആയ ആൾക്കാരെ നമ്മൾ ഒരു നല്ലൊരു കൈയടി എന്നാണ് സത്യമായിട്ട് പറയാം. അങ്ങനെ ഒരു ആൾക്കാർ ദുനിയാവിലുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. വേൾഡിൽ ആരും ഉണ്ടാവില്ല അടിച്ചിട്ട് ഫേമസ് ആയ ആൾക്കാർ. കൊണ്ടിട്ടും അതന്നെ തച്ചിട്ട് തല്ലു കൊണ്ടിട്ടും. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഫേമസ് ആയത്. അപ്പൊ ആ സാധനം ഒരു കാണിച്ചു കൊടുക്കൽ നിർബന്ധമാണ്, അല്ലേ? നിങ്ങളുടെ ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്യാം. ഇപ്പൊ പിന്നെ കുറെ ആൾക്കാർ നമ്മളോട് പറയുന്നുണ്ട് അടി സ്റ്റേജിലല്ല വീഡിയോയിൽ കുറക്കണം. കുറച്ച് കഴിഞ്ഞാൽ പോലെ ആരും വീഡിയോ കാണുന്നില്ല, കുറക്കാൻ പാടില്ല. യാരത് കൊമ്പങ്കാട് പോയ വാതിലൊർക്കെ ഇന്നക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞത്. വാതിലൊർക്കേന്ന് ജുമാക്ക് പോകാൻ നേരായി. കുണ്ണ് ഒരറ്റത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. എന്റെ ഉമ്മ കുറ്റിപ്പുഴ കുലിസ് വിചാരിച്ചത് നടന്നിട്ടില്ല. പിന്നല്ലേ എനിക്ക് പോണം, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോണം. ഇത് കഴിക്കോ, ഒരു പ്രശ്നമില്ല. കോട്ടപ്പുറം പ്രശ്നമുണ്ട്, കൈയടിച്ച്. അധ്യക്ഷൻ ഹലോ, പോയതാണ് ഒന്നുമല്ല. നമ്മളിപ്പോ ഒരു കോട്ടപ്പുറം ബെസ്റ്റ് എന്ന സ്റ്റേജിലേക്ക് പരിപാടിക്ക് പോലത്തെ വേണം ഒരു വന്നിക്കാണ്. നീ നമ്മൾ പരിപാടി തുടങ്ങിയാൽ മതി. ഹലോ, ഇനി എന്താ എന്നെ തല്ലണതും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഈ വല്യമാര് മാത്രമാണ് എന്നെ തല്ലണ്ടെന്ന് പറയാനുള്ളത്. സത്യമായിട്ട് എനിക്ക് അറിയില്ല. അതാണ് സത്യാവസ്ഥയിൽ എന്നെ തല്ലുണ്ടെന്ന് അവരൊക്കെ കാഴ്ചപ്പാടില് എന്നോട് തന്നെ പറയലുണ്ട് കുറെ ആൾക്കാര്. എന്തിനാ മനെ അങ്ങനെ തല്ലണോ, അതിന്റെ ചേരൊക്കെ കുറ്റക്കട തട്ടും പോയാർക്ക് അങ്ങനെയൊക്കെ എന്നോട് പറയലുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിക്കാണ്ട് നല്ല തിരിച്ചു കൊടുക്കണത്. അതെ, ബേജാറാവണ്ട, തിരിച്ചു കൊടുക്കണ്ടേ? ഓക്കെ അല്ലേ? എന്നാ നമുക്കൊരു തകർപ്പും പാട്ടും ഡാൻസ് ആയാലോ? പാട്ട് പാടാൻ നമുക്ക് അറിഞ്ഞിട്ടല്ല, പാട്ടുകാരി ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്കും കൂടെ കൂടി കൊടുക്കും. ഓക്കെ, ഓരല്ല പുല്ല് കൊടുക്കും. ഒന്നും വരി എല്ലാരും കൂടെ സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് പാട്ടൊക്കെ പാടിയിട്ട് അമർത്തിയിട്ട് പോവാം. അതൊക്കെ എന്താ അറിയണ പറഞ്ഞു പറഞ്ഞാൽ ശരിയായി. കൂടെ പാടുവോ? ഉറപ്പാ? മലയാള പാട്ടുണ്ട്, മാപ്പിളപ്പാട്ടുണ്ട്, തമിഴ് പാട്ടുണ്ട്, ഹിന്ദി പാട്ടുണ്ട്, ഉടുക്കപ്പാട്ടുണ്ട്, ഉറപ്പാട്ടുണ്ട്, എല്ലാ പാട്ടുണ്ട്. പാട്ട് പാടാൻ വിശ്വസല്ല ഇവിടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ്. പുറത്ത് പോകാനുള്ള മജ്ജി ചോദിച്ചോ? ഇഷ്ടപ്പെട്ടോ? നല്ലൊരു ഏടാണ്. താങ്ക് യു. ഒന്നുമില്ല, കോട്ട പോയാക്ക. അത് പോരാ എടുക്കുമല്ലോ. എന്നാ ദിവസം അടിയേക്കാരോ. അപ്പൊ ഒരുപാട് സന്തോഷം എല്ലാരും കാണാൻ സാധിച്ചാലും. അപ്പൊ തുടർന്ന് ഇവിടെ കുറെ ഗാനമേള ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോട്ടപ്പുറം പൗരസമിതി സംഘടിപ്പിച്ച പാവപ്പെട്ട രോഗികൾക്ക് താങ്ങും തണലുമായി അവർക്ക് ഒരു സാന്ത്വനമായി സഹായമായി നിങ്ങളും ഞാനുമൊക്കെ ഉള്ളത്. ഇത്രയും മനോഹരമായ ഒരു വേദിയും ഇതുപോലെയുള്ള ഒരു സംഘടിപ്പിക്കുന്നതിനെ കൊണ്ട് നമുക്ക് വളാഞ്ചേരിയുടെ സ്വപ്നഭൂവിലിത വിസ്മയ കാഴ്ചകളുടെ മഹോത്സവ നാളുകൾ കോട്ടപ്പുറം ഫെസ്റ്റ് 2025. നിങ്ങൾ കാത്തിരുന്ന ആഘോഷ സുദിനങ്ങൾ ഇതാ വന്നു ചേർന്നിരിക്കുന്നു. കോട്ടപ്പുറം ഫെസ്റ്റ് 2025. വളാഞ്ചേരി കോട്ടപ്പുറത്തെയും സമീപദേശങ്ങളിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും ഉല്ലാസത്തിന്റെയും അതിശയ ദിനരാത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കോട്ടപ്പുറം പൗരസമിതി കാഴ്ചവെക്കുന്നു കോട്ടപ്പുറം ഫെസ്റ്റ് 2025. ഏപ്രിൽ 4 മുതൽ കോട്ടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ മൈതാനിയിൽ. പ്രദർശന സമയം ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെ.
ഏവർക്കും കുടുംബസമേതം സ്വാഗതം.